Hello. നമ്മൾ മലയാളികൾ എപ്പോഴും പുതിയ വീടുകൾ കാണാനും പുതിയ വീടിൻ്റെ ഓരോ ഫീച്ചേഴ്സ് ആസ്വദിക്കാനും എപ്പോഴും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അതിനോടൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ളവരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ക്ഷണിക്കുന്നത് ഒരു അടിപൊളി ഡിസ്പ്ലേ ഹോമിലോടാണ്. ഡിസ്പ്ലേ ഹോം എന്ന് പറയുമ്പോൾ ഈ വീട് വെറുതെ ഒരു വീട് മാത്രമല്ല, ഇത് അത്യാവശ്യം ഡെവലപ്പേഴ്സ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിങ് എന്നാണ് ഇവിടെ പറയുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡൈനിങ് റൂം, അതിന് ഡൈനിങ് ടേബിൾ, ചെയർ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഡൈനിങ് ടേബിൾ, ചെയേഴ്സ് അതെല്ലാം സെറ്റാണ്. പിന്നെ നമ്മുടെ ലിവിങ് ഏരിയയിൽ സോഫാസ് അതെല്ലാം സെറ്റ്. അതുപോലെ കിച്ചൻ്റെ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രങ്ങൾ, കുക്കിങ്സ്, ഇത് എന്താ പറയുക, ഇനീഷ്യലായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും എല്ലാം സെറ്റാണ്. അങ്ങനത്തെ അത്യാവശ്യം ഒരു സ്റ്റേജിങ് ചെയ്ത ഒരു ഹൗസാണിത്. ഇത് ഡെവലപ്പേഴ്സ് തന്നെയാണ് ഇത് സ്റ്റേജിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിങ് കൊണ്ട് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇഫ് യു ആർ എ പൊട്ടൻഷ്യൽ ബയർ യു ക്യാൻ ഈസിലി എന്താ പറയുക, റിലേറ്റ് ടു ദാറ്റ്. സോ നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മളൊരു പുതിയ വീടിലേക്ക് കയറുമ്പോൾ ആ വീട്ടിലിപ്പോൾ ഒരു വെറുതെ ഒരു ഓപ്പൺ സ്പേസ് ആണെങ്കിൽ അപ്പോൾ നമ്മളവിടെ ഒരു ലോഞ്ചോ അല്ലെങ്കിൽ സോഫാസ് ലോഞ്ച് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയില്ല നമ്മുടെ സോഫയ്ക്ക് ഇതിൽ എത്ര ഫിറ്റ് ആവും, ഇനി നമുക്ക് സ്പേസ് ഉണ്ടാവുമോ, നമുക്ക് ഇനഫ് അല്ലെങ്കിൽ സ്പേഷ്യസ് ആയിരിക്കും, ഇനഫ് സ്പേസ് ഉണ്ടാവും, അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റേജിങ് ചെയ്ത ഒരു വീടാണെങ്കിൽ, നമ്മളൊരു പൊട്ടൻഷ്യൽ ബയർ ആണെങ്കിൽ നമുക്ക് ഈസിലി അത് മനസ്സിലാക്കാൻ പറ്റും. ഈ വീട്ടിൽ എത്രയധികം സ്ഥലമുണ്ട്, ഇൻറ്റേർണൽ ഏരിയ എത്ര ഉണ്ട്, നമുക്ക് പറ്റിയ വീടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ റീസെൻ്റായിട്ട് വിസിറ്റ് ചെയ്ത ഒരു അടിപൊളി ഡിസ്പ്ലേ ഹോമാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നമുക്ക് കാണാമല്ലോ. So, welcome everyone to a display home tour. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ അടിപൊളി ഡിസ്പ്ലേ ഹോം. കണ്ടോ, പുറമേ നിന്ന് കാണാൻ തന്നെ എന്ത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വീടാണല്ലോ അല്ലേ. നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും കൂടി കാണാം. അപ്പോൾ ഫ്രണ്ട് ഡോർ തന്നെ ഒരു അടിപൊളി നല്ല വൈഡായിട്ടുള്ള ഒരു ഡോറാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഡബിൾ പാനലുണ്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ സൈഡിലൊക്കെ മിറേഴ്സൊക്കെ വെച്ചിട്ട് സുന്ദരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഒരു സിറ്റിംഗ് റൂം കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് സ്റ്റേജിങ് എന്ന് പറയുന്നത്. സിറ്റിംഗ് റൂമിൽ സോഫാസും കുഷൻസും ഒക്കെ എല്ലാം ഇട്ട് അടിപൊളി ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോറിഡോറാണ്. ഈ കോറിഡോറിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ആക്ച്വലി ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ 2 പാർട്ടായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം. കണ്ടോ, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് ഒരു കിഡ്സ് ഏരിയയാണ്. ഇപ്പോൾ സ്മോൾ ബേബീസൊക്കെ ഉണ്ടെങ്കിൽ പാരൻസിന് അവരെ നോക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത് തന്നെ ഒരു കിഡ്സ് ഏരിയയും കൂടി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം ഏരിയ. ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ടബുണ്ട്, പിന്നെ ഡബിൾ സിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാക്ക് ഇൻ വാർഡ്രോബ് വരുന്നത്. നമ്മുടെ ഡ്രസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ വെക്കാം. ഇനി മാസ്റ്റർ ബെഡ്റൂം ഒരു സൈഡിലാണ്, മറ്റുള്ള ബെഡ്റൂമുകളെല്ലാം വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലാണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ബെഡ്റൂമുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ബെഡ്റൂം. ഇതാണ് ഒരു ലോണ്ട്രി സ്പേസ് വന്നിരിക്കുന്നത്. നമുക്ക് തുണികളൊക്കെ മടക്കി വെക്കാനുള്ള റാക്കൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. There is another bedroom. അപ്പോൾ 3 bedrooms ആയി ഇപ്പോൾ ഓൾറെഡി, ഇൻക്ലൂഡിങ് മാസ്റ്റർ ബെഡ്റൂം 4 bedroom. ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ടോയ്ലറ്റ് ആൻഡ് ഷവർ. ദെൻ ഇതാണ് അവരുടെ ഇത് വരുന്നത് ലോഞ്ച് സ്പേസ് വരുന്നത്. ലൈറ്റും സോഫാസും TV എല്ലാം കൊടുത്ത് ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇത് സൂപ്പർ സ്പേഷ്യസ് കിച്ചൺ ആണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇതാണ് വരുന്നത്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജുണ്ട്. ഇതാണ് ഇവരുടെ ഡൈനിങ് സ്പേസ് വരുന്നത്.
ഇതൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആൽഫ്രസ്കോർ പേറ്റിയോ ഏരിയ. ദെൻ നമുക്കിവിടെ സ്വിമ്മിംഗ് പൂളും കൂടി കാണാൻ പറ്റും കേട്ടോ. ഇത് ഇതിൻ്റെ ലാൻഡ് എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒരുപാട് ലാൻഡ് നമുക്ക് പുറത്തോട്ട് അധികം വേക്കൻറ്റ് വരുന്നില്ല, കാരണം ഈ വീട് അത്രയ്ക്കും വലിയൊരു വീട് തന്നെയാണ് ഇത് വരുന്നത്. ഇതാ കിച്ചൻ്റെ ആ സ്പ്ലാഷ് പാക്ക് ഒക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽ കൊണ്ട് അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ ബെഞ്ച് ടോപ്പാണ്, അണ്ടർ മൗണ്ട് സിങ്ക് ഉണ്ട്. വൈറ്റ് കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ വൈറ്റ് കളർ സിങ്ക് അധികം കണ്ടിട്ടില്ല, പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്, വൈറ്റ് കളറായിട്ടുള്ള സിങ്ക്.